90% പേർക്കും ഈ എരനെ പറ്റിയിട്ട് അറിയാല. അപ്പോൾ അത് ഈ വീഡിയോ ഫുള്ള് കാണ്, ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ എര അല്ലെങ്കിൽ ഇതാ ഇതന്നെതാ. ഇത് കാണുമ്പോൾ നക്കിളെന്നല്ല തോന്നുന്നു നിങ്ങൾക്ക്. നക്കിളല്ല, ഇതാ ആയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഇതുണ്ടാ പല്ല് കൈയിട്ടെങ്കിൽ അങ്ങനെ കടിക്കും. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് പ്രാന്തന്മാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഒരു സൈഡ് പോയ സിറിയ പോയ എന്ന് പറയും, ഒരു സൈഡ് ഇതാ കടൽ സിറിയ. ഇത് സിറിയ പോയ, ഇത് സിറിയ കടൽ, രണ്ട് സൈഡും വെള്ളമാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ബൈറ്റ് ഇല്ലെങ്കിൽ ഇന്ന് ആ നമ്മളെ ഇരയുണ്ട്. ആ ഇരയിൽ എല്ലാത്തരം മീനും കടിക്കും. അത് ഞാൻ വിശദമായിട്ട് പറയാം അടുക്കെത്തിയിട്ടാകുമ്പോൾ, സ്പോട്ടിലെത്തിയിട്ടാകുമ്പോൾ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഈ വീഡിയോ എല്ലാവരും. എന്തല്ലെങ്കിൽ ഈ 90% ആൾക്കും ഈ ഇരനെ കുറിച്ചിട്ട് അറിയാല, കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ ഇത് കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കതിന് ആ എരൻ്റെ വിഷയത്തിലേക്കും മീൻ പിടിക്കുന്നതിലേക്കും പോവാം. അങ്ങനെ അപ്പോൾ ഇതാ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സിറിയ പോയതിൻ്റെ ഇത് അയ്യാണ്. അല്ലെങ്കിൽ ബോട്ടിലോ കടലിലേക്ക് പോകുന്നൊരു സ്ഥലമാണ്, അതിൻ്റെ ചെറിയ ഭാഗമാണിത്. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ചെറിയ കണ്ണിയാണ്. ഇതാ 30 നമ്പർ ഗൺസ്. ഇതാ കണ്ണി 30 നമ്പർ. ഇത് 17 നമ്പർ കാളം. ഇതാ 17 നമ്പർ. എല്ലാത്തരം മീനും ഇതിൽ നമുക്ക് വലിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ കോക്കണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോയാനെ കാണിക്കേ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കല്ല വന്നിട്ടുള്ള, ഇന്ന് 4 ആളുണ്ട്. നമ്മളെ ക്യാമറമാൻ ആരിസും ഉണ്ട്, പിന്നെ നമ്മളെ സാദിക്കുണ്ട്, എൻ്റെ ബ്രദറും ഉണ്ട്. 4 ആളുണ്ട്. 4 ആളും ഇതേ സാധനമാണ്. ഇതാ 17 നമ്പർ കാളും 18 ഉണ്ട്, വേണം 18 ഉപയോഗിക്കാം. വെയിറ്റ് ഇതാ, വെയിറ്റ് ഇത്ര വേണിട്ടില്ല, ഇത് നമ്മളിപ്പോൾ ഊരിയിട്ടെടുക്കും, ഇത് മുമ്പ് ഉപയോഗിച്ചതാണ്. അപ്പോൾ എല്ലാ മീനും കിട്ടുമല്ലോ, ഒരു മീനായിട്ടില്ല, എല്ലാ മീനും കിട്ടുമല്ലോ. ഓക്കെ, കണ്ടില്ലേ? എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇത്. എന്തല്ലെങ്കിൽ ഇതാ കോക്കുന്നത് അങ്ങനെയാണ്, ഏരനെ കോക്കുന്നത് അങ്ങനെ. ഏരനെ പറ്റിയിട്ട് ലാസ്റ്റ് കറക്റ്റ് വിശദമായിട്ട് പറയുന്നതായിരിക്കും. അതിനൊരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും ഏരനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇതാ അത്ര ദൂരത്ത് തന്നെ അറിയുന്നത്. ഇതാ ഇതിലെന്തായെങ്കിൽ ഉറപ്പായിട്ട് മീൻ കടിക്കാൻ ചാൻസ് ഉണ്ട്. അത്ര ഒരു 10 മീറ്ററിൻ്റെ ഉള്ളിൽ എറിഞ്ഞാൽ മതി, കുറേ ദൂരം എറിയണിട്ടില്ല. രാവിലെ ഒരു 8:30 മണിയായി ഇപ്പോൾ. ഓക്കെ, 8:30 മണി. ഇതാ സാധിക്കുന്നുണ്ട്, ഇവിടെ ആർസുണ്ട് തടെ, അപ്പുറം കടലാണ് ആ സൈഡ്. ഇത് സിറിയ. ഇതാ ലോങ് കാണുന്നില്ല ഒരു ഇത്, അത് സിറിയ ബ്രിഡ്ജാണ്, റെയിൽവേ ബ്രിഡ്ജ്. അതിൻ്റെ അപ്പുറത്തെ മറ്റേത് ബസ് പോലെ പോകുന്നത്. അപ്പോൾ മീൻ എന്തായാലും കിട്ടാണ്ട് നിൽക്കാമല്ലോ. വെറൈറ്റി ഒരു ബൈറ്റാണ് ഇട്ടിട്ടുള്ളത്, അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ട് പറയാം. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവർക്കും കാണാം. ഇതാ ഒന്ന് കടിച്ചിട്ടുണ്ട് ബ്രദറിന്. ഇതാ ബ്രദറിന് ഒന്ന് കടിച്ചിട്ടുണ്ട്. ഏത് മീനെ നോക്കാം. ഇതാ ഒരു ഏരി കിട്ടിയിട്ടുണ്ട്. ഇതാ ഏരി കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു 400 ഗ്രാമാവും ഏരി. ഫസ്റ്റ് തന്നെ ബൈറ്റിൽ ഒരു ഏരി കിട്ടിയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് തന്നെ കണ്ട. ഞാൻ പറഞ്ഞിട്ട് എല്ലാത്തരം മീനും കിട്ടുമല്ലോ. ഇതാ ചെമ്പേരി കിട്ടി. ഇതാ ഒരു ഏരിയന് കിട്ടിയിട്ടുണ്ട് ഫ്രഷ്. ഇതാ കണ്ട
ഈ ഏരിയനെ ശ്രദ്ധിക്കേണ്ടത് മെയിനല്ല ഇതിൻ്റെ ബായാണ് ഇതിൻ്റെ ബായിൽ ഭയങ്കര പല്ല് ഉണ്ട്. ഇതാ ഏരി. ഓക്കെ ആയിട്ടാ. ഇതാ അങ്ങനെ ഇതാ രണ്ടാമത്തെ ചെമ്പല്ലിക്കുട്ടി തന്നെ. ഇതാ ഇതും കിട്ടിയിട്ടുണ്ട്. ഇതാ ചെമ്പേരിക്കുട്ടി, ഏരിക്കുട്ടി. നെക്സ്റ്റ് രണ്ടാമത്തെയും കിട്ടിയിട്ടുണ്ട്. ഇതാ ചെറിയ കാളാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. 18 നമ്പർ കാളം, 18ഉം 17ഉം ചെമ്പല്ലിക്കുട്ടി. ഫുള്ള് ബുദ്ധിയാണ് അത് ഉള്ളിൽ. കണ്ടില്ലേ? ഇത് കുറച്ച് ചെറുത്, അതുകൊണ്ട് ഇപ്പോൾ അത് ഉള്ളിൽ കാളം ബുദ്ധിയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇല്ലെങ്കിൽ വെള്ളം തിരിച്ചു പോയിട്ടിന്. അപ്പോൾ ഉള്ളിൽ ബുദ്ധിൻ്റെ ഇതായിന് ഡാമേജ് പറ്റീന്, അതുകൊണ്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. നമ്മുടെ ആർഎസ് ബായിൻ്റെ കാളം കഷ്ണാക്കിയിട്ട് കൊടുത്തോ വെച്ചിട്ടുണ്ടോ? സാദിഖ് ബായിനൊന്നും കിട്ടിയിട്ട് എടുത്തോളോ. ഇതാ നമ്മളെ ആർസിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ക്യാമറമാൻ ആർസിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. എന്ത് നോക്കാം, നോക്കട്ടെ. സൈഡിലെടുത്ത ഇതാ ഇതും ചെമ്പല്ലിക്കുട്ടി തന്നെ. ഇതാ ചെമ്പല്ലിക്കുട്ടിയല്ല, ഇതൊരു 300 ഗ്രാം സൈസാകും. കണ്ടില്ലേ? ചെമ്പല്ലി ഇതാ ഫുൾ ലുക്കായിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഇതുണ്ടാ പല്ല്, കൈയിട്ടെങ്കിൽ അങ്ങനെ തന്നെ കടിക്കൂ. കണ്ടാ ഫുള്ള് ബുദ്ധിയിട്ടുണ്ട്. ചെറിയ ഗൺസാണ്, 30 നമ്പർ കണ്ണിയാണിത് ഉള്ളിലുള്ള. അതൊന്ന് എടുത്ത് കാണിക്കാം സാർ. ചൾക്കയിൽ കൈയിട്ടിട്ട് എടുത്താൽ മതി. ഇതാ ഇങ്ങനെ ചൾക്കയിൽ കൈയിടണു. ഇന്ന് ആണ്. എല്ലാ തരം മീനും കടിക്കും ഈ എരയിൽ. ആ എരേനെ പറ്റിയിട്ട് ഈ ലാസ്റ്റ് പറയും വീഡിയോൻ്റെ. ഇതാ ഇങ്ങനെ ചൾക്കയിൽ കൈയിട്ടിട്ട് എടുക്കണം. അത് ചെമ്പല്ലിൻ്റെ ബായിൽ കൈയിട്ടൂടാ, കടിക്കും. അത് നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ് ഉള്ളതിന്. കണ്ടില്ലേ? ഇതാ ഷാർപ്പായിട്ടുള്ള പല്ല്, അത് ഫുള്ള് ബുദ്ധിങ്ങി. ഇതാ ഇപ്പോൾ ചെമ്പല്ലി, മൂന്നാമത്തെ ചെമ്പല്ലി. ഇതാ അതിൻ്റെ കാളം കാണിച്ചേ. ഇതാ ചെറിയ കാളം, കണ്ടില്ലേ? ഇത്രക്കേ ഉള്ളൂ. ഓക്കെ, ഇതാ അങ്ങനെ കണ്ടില്ലേ? ഫസ്റ്റ് നമ്മളെ ക്യാമറമാൻ ആർസ് പിടിച്ചത് കണ്ടല്ലേ? ഓക്കെ, നല്ല ആംബിയൻസാണ് രാവിലെ തന്നെ. ഓക്കെ, ജൗക്കും ഒരു സൈഡ് നല്ല ഫ്ലവറും, ഇതാ ഒരു സൈഡ് പുഴ, മറ്റേ സൈഡ് കടൽ. ഈ ജൗക്കെല്ലാം എല്ലാം ഉണങ്ങിയിട്ട് പോയിന്. ഈ ജൗക്കെല്ലാം വെച്ചിട്ടുണ്ടായില്ലെങ്കിൽ ഈ നല്ല കാറ്റ് വരുമ്പോൾ ഇവിടെ കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജൗക്ക് വെച്ചിട്ടുണ്ടായ ഫുള്ളുണ്ടായി. ടോട്ടൽ എല്ലാം പോയി, അത് ഉണങ്ങിയിട്ട് എന്തോ വംശനാശം എന്ന് വെച്ചിട്ട് ജൗക്കെല്ലാം പോയി. കാറ്റിപ്പുറത്തെ കടിക്കാണ്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീടെല്ലാം ഉണ്ട്. അതാ ജൗക്കൊന്നുമില്ല, എല്ലാം പോയി. നല്ല ആംബിയൻസ് രാവിലെ തന്നെ. അതാ അവിടെ അവർ താഴെ മീൻ പിടിക്കുന്നുണ്ട്. 3 ആളുണ്ട് അവിടെ. ഓക്കെ, പിന്നെ നല്ല നല്ല മീൻ കിട്ടും. സാദിഖ് ഭായി ഇതാ പോക്കണ്ട ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇടാം. നമ്മളെ മണ്ണീരയല്ലേ, അതേപോലെ തന്നെ വേറൊരു സാധനം. അത് ലാസ്റ്റ് പറഞ്ഞു തരും അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ കണ്ടെങ്കിൽ മണ്ണീര മാതിരി ഉണ്ടാവും, മണ്ണീരല്ല ഇത്. ഓക്കെ, ഇത്ര ആക്കിയിട്ട് അറിയാം. എന്താ അത്ര ആക്കാം, അത്ര തന്നെ. കുറച്ച് അറിഞ്ഞാൽ മതി. ഒരു 10 മീറ്ററിൻ്റെ ഉള്ളിൽ, 10 മീറ്ററും അറിയുന്നില്ല. ഇതാ അത്ര തന്നെ അറിഞ്ഞിനെ. കാണില്ലേ? മീൻ ഉറപ്പായിട്ട് കടിക്കും. ഇപ്പോൾ 3 കിട്ടിയില്ല നമുക്ക്. പെട്ടെന്നൊക്കെ കടിക്കും മീനല്ലോ. അതിൽ കുറേ ടൈമൊന്നും വേണ്ട. അതിൽ നമ്മളീ
ഏരിയയിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ സാദിക്കിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഓർത്ത സാദിക്ക അതിവിടെ സാദിക്കിന് കിട്ടിയത് കണ്ട നോങ്ങൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പുഴയിൽ വെച്ച് നല്ല ടേസ്റ്റുള്ള മീൻ, നല്ല സോഫ്റ്റ് ഇറച്ചി കണ്ടില്ലേ. ഇതെല്ലാം വെള്ളം മഴക്കാലത്ത് നല്ല പവറിൽ വെള്ളം വന്നിട്ട് ഇപ്പം ഇവിടെ ഇത്ര സ്ഥലം ഉണ്ടായത് എല്ലാം ഇടിഞ്ഞിട്ട് പോകുന്നുണ്ട്. സാദിക്കിന് വീണ്ടും ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. സാദിക്ക് വലിക്കുന്നുണ്ട്. സാദിക്കിന് ഏരി കിട്ടി. ഏരി പൊന്തിച്ചാ സാദിക്ക് ഏരി പിടിച്ചേ. അങ്ങനെ സാദിക്കൊരു ഏരി പിടിച്ചേ. നമ്മളെ ആർസിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. എന്ത് നോക്കാലോ. എന്തിറത് ഏരിയാ. ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. ഏരി പൊന്തിച്ച. ആർസ് അങ്ങനെ വീണ്ടും ഏരി വലിച്ചു. നല്ല ഏരി, അരക്കിലാവും. ഓക്കെ. ഇതാണ് ചെറിയ കടലിൽ നിന്ന് പുഴയ്ക്ക് വരുന്ന റൂട്ട്. ഇത് കണ്ടില്ല, രണ്ട് ടച്ചാണ്, പുഴയും കടലും ടച്ചാണ്. ഇതാണ് ഐമുഖം. കണ്ടില്ലതാ, നല്ല ഒഴുക്കുണ്ട് ഇവിടെ. കണ്ട, ഇതാണ്. ഇതിലെ ബോട്ടെല്ലാം കുറച്ചെല്ലാം പോകുന്നില്ല മീൻ പിടിക്കാൻ. പിന്നെ കുറേ ബോട്ടൊന്നും വരത്തില്ല. എന്തെല്ലാം ഇത് ഓരോരോ കൊല്ലം ഓരോരോ സൈഡ് ഉണ്ടാവും. ഇതിൻ്റെ കഴിഞ്ഞ കൊല്ലം കുറേ അങ്ങോട്ടുണ്ടായത്, ഇപ്പോൾ ഇത് ഈടായിട്ടുണ്ട്. എന്നിത് കുറച്ച് ചിലപ്പോൾ അങ്ങോട്ട് പോകും, അടുത്ത കൊല്ലം ചിലപ്പോൾ അങ്ങോട്ട് പോകും. എന്തല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുപ്പുണ്ടാകുന്നില്ല, അത് വന്നിട്ട് ഇതിനെ പൊട്ടിച്ചിട്ടാകുമ്പോൾ ഈ പൂയിനെ ഇതാക്കുന്നത് ഒരു തോട് മാതിരിയാവും. പിന്നെ അത് വലുതായിട്ട് പോയിട്ട് ഇത് മാതിരിയാവും. അത് ഓരോരോ കൊല്ലം മാറുണ്ടാവും അതിൻ്റെ പൊസിഷന്. അപ്പോൾ മീനെല്ലാം ഇങ്ങനെ കിട്ടിക്കോനുണ്ട്. വലിയ പോരാ ഈ സംഭവം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഈ ഇരയില്ലേ, ആ ഇരക്ക് കൽക്ക് വേണം. കൽക്ക് ഇപ്പോൾ കുറവ് ഇവിടെ പുഴയിൽ, കൽക്ക് കുറവ്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ കൽക്കുണ്ട്, നമുക്ക് ഇവിടെയും കൽക്കുണ്ടാവിട്ട് വന്നത്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിന് മുകളിലുണ്ട്. 10 ഒരു 14 കിലോമീറ്ററിന് മുകളിലുണ്ട് ഇത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എന്താക്കാം, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തെ സ്പോട്ടുണ്ട്, ആടെയും കൂടെ ഒന്ന് പോവാം. വീണ്ടും ഒരു നമ്മൾ അയിമുഖത്തുനിന്ന് ഒന്ന് പിടിച്ചിട്ടുണ്ട്. കുറേ ആയി കിട്ടുന്നേ. നോങ്ങൽ കണ്ടില്ല, നോങ്ങൽ. ഓക്കെ, ഒന്ന് കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഏരി ചെമ്പേരി കണ്ടാ കുറേ കിട്ടീന്. നല്ല ചാക്കിലുണ്ട്. ഭയ കാണിക്കാം, ലാസ്റ്റ് കാണിക്കാം. ഓക്കെ. ഉണ്ടാ ആർസിനെന്തോ കടിച്ചിട്ടുണ്ട്, നോക്കാലാ. എന്ത് പയ്യെ. അതാ പയ്യെ ഞമ്മ പയ്യെന്ന് പറയും. കണ്ട, പയ്യെ വെള്ളത്തിലിട്ടെ നോക്കട്ടെ. എടുത്തോ. ഓക്കെ. ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിച്ച്. അപ്പോൾ എന്തെല്ലാം കിട്ടുന്ന കാണിക്കണ്ടേ. ഇന്ന് കുറച്ച് ചെറിയൊരു കൽക്ക് കൊണ്ടായിരുന്നെങ്കിൽ നല്ല മീൻ കിട്ടിയിരുന്നു. ഇന്ന് വെള്ളം ഫുള്ള് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഏരാനെ കുറിച്ചിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര മീൻ കിട്ടി നമുക്ക്. കണ്ടാ, ഇത് ഏരി ചെമ്പേരി, ഇത് നോങ്ങൽ. നല്ല ടേസ്റ്റുള്ള, മാർക്കറ്റിൽ 700 റുപ്യ വില ഉണ്ട് ഇതിന്. കണ്ടാ, ഇത് നമ്മളെ കാട്ട, ഇത് കള്ളക്കീരന്,
ഇതെല്ലാം നോങ്ങൽ കണ്ടില്ലേ എങ്ങനെയുണ്ട്? നല്ല പാങ്ങലതാ, നല്ല ഉണ്ട് ഇതാ കണ്ടാ. അപ്പോൾ ഇത് പിടിച്ചതില്ലെങ്കിൽ ഒരു വെറൈറ്റി ഇരയാണ്. അത് 90% ആർക്കും അറിയാലോ ആ ഇര ഏത് ഇരയെന്ന്. എല്ലാവർക്കും കാണുമ്പോൾ വിചാരിക്കും അത് മണ്ണിര, നമ്മളെ നക്കിളെന്ന് വിചാരിക്കും. നക്കിളല്ല സത്യത്തിൽ അത് അതിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡ് തന്നെ ബാണ്ട് വരും അതിന് പറയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ. ഓക്കെ, ഇതാ ഇര ലെങ്ക് ഇതാ ഇതന്നെതാ. ഇത് കാണുമ്പോൾ നക്കിളെന്നല്ല തോന്നുന്നു നിങ്ങൾക്ക്. നക്കിളല്ല, ഇത് വേറെ തന്നെ ഇര. ഇതിനിവിടെ ഞമ്മ ചേനയെന്ന് പറയും നമ്മളെ കാസർഗോഡ്. ഇത് ഏകദേശം ആക്കി ഇതിനെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് അങ്ങനെ കാസർഗോഡ് എല്ലാ സ്ഥലത്തും ഇല്ല. ഇതിനെ കളിച്ചിട്ടെടുക്കണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഇത് ഈ സാധനം കിട്ടാനുള്ളത്. അത് വേറെ എപ്പിസോഡിൽ ഇതിനെ പറ്റിയിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ടാവും. ഇതിനെപ്പറ്റി കുറേ പറയാണ്ട്. ഇതിന് കുറേ പ്രത്യേകതയുണ്ട്. ഇര ചേന കുറേ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിക്കുന്നത്, ഇത് നക്കിളല്ലേ അല്ല, ഇത് വേറെ തന്നെ ഇത്. അപ്പോൾ ഡൗട്ട് ഉണ്ടാവുള്ള ചോദിച്ചോണം ഇതിൽ കമൻറ്റിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചോ പേഴ്സണലിൽ. ഞാനെല്ലാം കറക്റ്റ് പറഞ്ഞുതരാം ഇതിനെ പറ്റിയിട്ട്. ഇത് കേടല്ല കാസർഗോഡ് കിട്ടൂ എന്നുള്ള അതിന് വരുന്ന വീഡിയോയിൽ ഞാൻ പറയും. ഓക്കെ, മാത്രം ഇതങ്ങനെ കുറേ എല്ലാ എക്സ്പോർട്ടില്ലാക്കൊന്നും ഇത് എടുക്കാൻ പറ്റാതെ. ഇതെല്ലാം അത്ര എക്സ്പീരിയൻസ് പോകണം ഈ സാധനം എടുക്കണമെങ്കിൽ. അതാ അടുത്ത വീഡിയോ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയെങ്കിൽ നമ്മളെ ഇനി നല്ല നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഈ സ്ഥിര പുഴയോട് വിട പറയുകയാണ്. ബൈ ബൈ, ടാറ്റ.